റിട്ടയർഡ് SP കെ എം ആന്റണി കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ എം ആന്റണി, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള സുരക്ഷ അത് നമ്മൾ കണ്ടതാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിന് പിന്നാലെ ശക്തമായ സുരക്ഷ അവിടെ വർദ്ധിപ്പിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഏതാണ്ട് ഒരു നിലവിലെ കണക്കുകൾ പ്രകാരം ഈ കാണിക്കയായി കിട്ടിയ 78 ഗ്രാം സ്വർണം കാണാനില്ല. അതോടൊപ്പം തന്നെ ആഭരണമടക്കം കാണാതായിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്രയും കനത്ത സുരക്ഷയ്ക്കിടയിലും ഇതൊക്കെ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണിത്. നമുക്കറിയാം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് അത് ചരിത്രാതീത കാലം മുതൽ ഉള്ള ഒരു ക്ഷേത്രമാണ്. അതായത് ഈ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് 18-ാം നൂറ്റാണ്ടിൽ, അതായത് 1750 അത് പുനരുദ്ധാരണം നടത്തി വീണ്ടും നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ലതായിട്ട് മഹാവിഷ്ണു അവിടെ അനന്തശയനം നടത്തുകയാണ്. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വലിയ അമ്പലവും അതിന്റെ ട്രഷർ അല്ലെങ്കിൽ അതിന്റെ അമൂല്യമായ വസ്തുക്കളുമുണ്ട്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അമൂല്യമായ സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും അതുപോലെ തന്നെ സ്വർണ്ണ പ്രതിമകളും മറ്റും അങ്ങനെയുള്ള അമൂല്യ വസ്തുക്കളുടെ ശേഖരം തന്നെ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. 2011 സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അവിടെ അമൂല്യ വസ്തുക്കളുടെ ഒരു വിവരശേഖരണം കണക്കെടുപ്പും നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ബി നിലവറ ഇന്നും തുറക്കാത്ത അമൂല്യമായ അതിന്റെ ആചാരപരമായ കാര്യങ്ങളിലുള്ള നിബന്ധനകൾ പ്രകാരം അല്ലെങ്കിൽ അതിന്റെ ആചാരപ്രകാരം അല്ലെങ്കിൽ അത് തുറക്കാതെയും മറ്റും ഇരിക്കുകയാണ് അത് കോടതിയുടെ അനുമതിയോടുകൂടി. അപ്പൊ അതീവ പ്രാധാന്യമുള്ള ഒരു അമ്പലം ക്ഷേത്രമാണത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള സ്വർണവും മറ്റ് അമൂല്യ വസ്തുക്കളുടെയും ശേഖരമടങ്ങിയിട്ടുള്ള ഒരു ക്ഷേത്രമാണത്. അവിടെ നടക്കുന്ന നിസ്സാര കാര്യങ്ങൾ പോലും അതിന്റെ സെക്യൂരിറ്റിയെ അല്ലെങ്കിൽ ഈ മുതലിന്റെ അല്ലെങ്കിൽ ഈ അമൂല്യ വസ്തുക്കളുടെ അല്ലെങ്കിൽ ഇത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണ്. അവിടെ നടക്കുന്ന നിസ്സാര കാര്യങ്ങൾ പോലും അതീവ ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട് അധികാരികൾ. നമുക്കറിയാം, അവിടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന്റെ തന്നെ ഒരു പോലീസ് സൂപ്രണ്ട്, ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ കീഴിൽ ഒരു സംരക്ഷണ വലയം തന്നെ അവിടെ തീർത്തിട്ടുണ്ട്. അപ്പൊ അത് ഗവൺമെന്റ് എത്രമാത്രം ഗൗരവത്തോടെ കാണുന്നു, സുപ്രീം കോടതി എത്രമാത്രം ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിലെ ഏതോ ഒരു പ്രവേശന കവാടത്തിലൂടെ രാജകുടുംബവുമായി ഇപ്പോൾ നിലവിലുള്ള ബന്ധമുള്ള ആൾക്കാർ വന്നു പോകുന്നു. അവരുടെ സെക്യൂരിറ്റി ചെക്കിന്, അവരെ ദേഹപരിശോധന നടത്താനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ വിമുഖത കാണിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്നുള്ളത് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായിരുന്നാലും അവിടെ നിയമത്തിനോ അല്ലെ നിബന്ധനകൾക്കോ വിരുദ്ധമായിട്ട് ഏത് രീതിയിലുള്ള ബന്ധങ്ങൾ പറഞ്ഞും ആളുകൾ പ്രവേശിക്കുന്നതോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നതോ പരിശോധനകൾക്ക് വിധേയമാകാതെ പോകുന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണ്. നമുക്കറിയാം എന്താണ് സംഭവിച്ചത് ശബരിമലയിലെന്നും എല്ലാം അറിയാം. അതിനേക്കാളൊക്കെ നൂറുകണക്കിന് മടങ്ങ് അമൂല്യമായിട്ടുള്ള വസ്തുക്കളുടെ ശേഖരമുള്ള ഒരു സ്ഥലമാണിത്. അത് മാത്രമല്ല, അത് ചരിത്രപരമായിട്ട് തന്നെ ഈ പറഞ്ഞതുപോലെ പ്രാധാന്യമുള്ള ഒരു വലിയ ക്ഷേത്രമാണ്. അപ്പൊ അതിന്റെ പവിത്രതയും അതിന്റെ മൂല്യത്തിന്റെ ശേഖരവും നമ്മൾ ഇന്നും ചരിത്രത്തിന്റെ ആവശ്യമായിട്ട് അല്ലെങ്കിൽ ഈ പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിന്റെ ഒരു ശേഖരമായിട്ട് തന്നെ അതിനെ കരുതി ആ രീതിയിൽ തന്നെ സൂക്ഷിച്ചു പോകേണ്ട അതാത് ഗവൺമെന്റുകളുടെയും അതുപോലെ തന്നെ അധികാരികളുടെയും കടമയാണ്. അതിന് ഏതെങ്കിലും രീതിയിൽ കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ സൂചന വന്നാൽ പോലും അത് ഗൗരവമായിട്ട് കാണണം. അത് ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ചില വിവരങ്ങൾ വരുന്നുണ്ട്. അവിടെ ഏതോ ഒരു ചെക്ക് പോസ്റ്റില് അല്ലെങ്കിൽ ഒരു പ്രവേശന കവാടത്തില് കൃത്യമായ രീതിയിലുള്ള പരിശോധനയ്ക്ക് ചിലരൊക്കെ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടാണ്. കർക്കശമായ നിലപാടുകൾ അവിടെ വേണം. അമ്പലങ്ങളും അവയുടെ അമൂല്യമായ വസ്തുക്കളും അതിന്റെ പൗരാണികതയും കാത്തു സൂക്ഷിക്കാൻ ഓരോ ഉദ്യോഗസ്ഥനും, അത് പ്രത്യേകിച്ചും ഗവൺമെന്റിന്റെ ഏജൻസികൾ, പോലീസ് ഉൾപ്പെടെയുള്ളത്, ദേവസ്വം ബോർഡ്, ഇങ്ങനെയുള്ള അധികാരികൾ ഇതിന് അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇത് ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് പറയുവാനുള്ളത്. നിലവിൽ ഇത്രയും സുരക്ഷ വർദ്ധിപ്പിക്കുമ്പോൾ ഈ രാജകുടുംബങ്ങൾ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ രാജകുടുംബത്തിന്റെ ബന്ധുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ അതിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാകേണ്ടതായിരുന്നില്ല? അത്തരത്തിൽ ആരെയും കടത്തി വിടരുത് എന്നുള്ളൊരു നിലപാട് അത് സ്വീകരിക്കേണ്ടതായിരുന്നില്ലേ?
തീർച്ചയായിട്ടും അതിപ്പം ആരുടെ ബന്ധങ്ങൾ പറഞ്ഞ ആളുകൾ വരും. ഇപ്പം ഏതെങ്കിലും മന്ത്രിമാരുടെയോ അധികാരത്തിലിരിക്കുന്ന പോലീസ് ഓഫീസർമാരുടെയോ ഒക്കെ ബന്ധുക്കളാണെന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലും ഇങ്ങനെ നിബന്ധനകളുള്ള പ്രവേശന കവാടങ്ങളിലും അല്ലെങ്കിൽ സ്ഥലങ്ങളിലും ആളുകളെയും അവരുമായിട്ടുള്ള അടുപ്പം പറഞ്ഞുകൊണ്ട് വരും. അവിടെ ആരാണോ അതിന് പരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അവർ കർക്കശമായിട്ട് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ, അതിപ്പോ രാജകുടുംബത്തിൽ നിന്നാണെങ്കിൽ പോലും അതിന് ഒരു ആരാണ് എന്താണ് എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ച് അവരും വിധേയമാകാൻ തയ്യാറാവണമെന്നുള്ളതാണ് പറയുവാനുള്ളത്. കാരണം ഞാൻ എന്റെ കൈകൾ ശുദ്ധമാണെന്ന് അവിടെ വന്നു പോകുന്ന ആളുകൾ കാണിച്ചു കൊടുക്കുകയാണത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ നമുക്കറിയാം പത്മനാഭദാസൻ എന്നുള്ള രീതിയിലാണ് അന്ന് ആ രാജാവ് നമ്മുടെ അമ്പലവും രാജ്യവും അവിടെ സമർപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവിടെ നമുക്കൊന്നും മറച്ചു വെക്കാനില്ല. രണ്ട് കൈകളും ഉയർത്തി നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാകുകയാണ്, തയ്യാറായി നിന്നു കൊടുക്കുകയാണ് വേണ്ടത്. അവിടെ ആർക്കും അങ്ങനെ പ്രത്യേക പരിഗണന അവിടെ കൊടുക്കാൻ പാടില്ല. അത് കർക്കശമായ ആരാണോ അവിടെ ഈ പരിശോധനയ്ക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അവർ കർശനമായ നിലയിൽ പരിശോധിക്കണം. അതിന് മറ്റുള്ളവർ വിധേയരാകണം. അതല്ലെങ്കിൽ അപ്പോൾ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ പ്രവേശിപ്പിക്കാനോ പുറത്തിറങ്ങാനോ അവരെ സമ്മതിക്കരുത്. അതാണ് അവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതിപ്പോ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത എത്രത്തോളമുണ്ട്? മാത്രമല്ല എങ്ങനെയാകും ഇതിലിനി ഈ അന്വേഷണം പുരോഗമിക്കുക? അല്ല, ഇതിനകത്ത് ഇപ്പോൾ ഒരു അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ് കേട്ടിടത്തോളം അവിടെ ഒരു 10 പവനിൽ താഴെയുള്ള ഒരു സ്വർണത്തിന്റെ ഓഫറിങ്സ് ആണ്. അത് നേർച്ചയായി നൽകിയ സ്വർണ്ണാഭരണങ്ങളും മറ്റും ആ രീതിയിലുള്ള സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ട് കാണപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിക്കോട്ടെ. പക്ഷെ ശബരിമല പോലെ അത്രയ്ക്കുള്ള ആ രീതിയിലേക്കല്ല ഇത് കർക്കശമാക്കുകയും ഇതുവരെ നഷ്ടപ്പെട്ട സ്വർണം എവിടെയാണ് നഷ്ടപ്പെട്ടത്, ആരാണ് കൊണ്ടുപോയത്, ആര് വഴി പോകാൻ സാധ്യതയുണ്ട്, അവിടെയൊക്കെ CCTVയും മറ്റുള്ള എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഇത് തുടർന്ന് നടക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ മിസ്സിംഗ് ആയിരിക്കുന്നത് ഏത് രീതിയിൽ പോയെന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസിന്റെ ഒരു സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ കെ എം ആന്റണി ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.